നമ്മളിന്നേ നമ്മുടെ വണ്ടീൻ്റെ ഒരു റണ്ണിങ്ങിന് ശേഷം ഏകദേശം 2000 കിലോമീറ്റർ ഓടിയതിന് ശേഷമുള്ള ഒരു റിവ്യൂ പറയാനാവുന്നുള്ളത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല ആളുകൾ റിവ്യൂ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് എപ്പോഴും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഇറങ്ങുമ്പോൾ ഷോറൂമിൽ നിന്നുള്ള റിവ്യൂസൊക്കെയാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഏകദേശം ഇത് 2000 കിലോമീറ്റർ ഓടുകയും ചെയ്തു. അതിന് കൂടാതെ ഒരു ഫസ്റ്റ് സർവീസ് കഴിയുകയും ചെയ്തു. അതിന് ശേഷമുള്ള റിവ്യൂ ആണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മുടെ വണ്ടി ഏതാണെന്നുള്ളതല്ലേ, നമ്മുടെ വണ്ടി ഹുണ്ടായിൻ്റെ നമ്മുടെ പുതിയ വെന്യൂ ആണ് നമ്മുടെ അടുത്തുള്ള. അതായത് നമ്മൾ പല മോഡലിൽ HX2 തൊട്ട് HX8 വരെയുള്ള മോഡൽസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ HX2 ബേസ് മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഏകദേശം നമ്മളിപ്പോൾ ഒരു 2600ഓളം കിലോമീറ്റർ ഓടി. അതിൻ്റെ എങ്ങനെയാണ് അതിന് ശേഷമുള്ള റിവ്യൂസും കാര്യങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് അതിൻ്റെ ബോഡിയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. നമ്മൾ ഔട്ടറിൽ അത്ര വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് പറയാനില്ല. ഓൾറെഡി എല്ലാ ആളുകളും അതിൻ്റെ റിവ്യൂ കഴിഞ്ഞാണ്. അപ്പോൾ ഞാൻ ശരിക്കും പറയാൻ വന്നിട്ട് ഇതിൻ്റെ ആഫ്റ്റർ റണ്ണിങ്, അത് നമ്മൾ ഒരു കുറച്ച് ഏകദേശം 2600 കിലോമീറ്റർ ഓടിയതിന് ശേഷമുള്ള പെർഫോമൻസ് അതിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഒരു ഏകദേശം HS2 വണ്ടിക്ക് ഏകദേശം നമുക്ക് ഒരു കോസ്റ്റ് വരുന്നത് ഒരു 9.4 9.5 ഒക്കെയാണ് വരുന്നത് നമുക്കതിൻ്റെ കോസ്റ്റ് വരുന്നത് ഏകദേശം. അപ്പോൾ അതിനകത്ത് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. അതിൽ നമുക്ക് നോർമൽ HX2 മോഡലാണ് ബേസ് മോഡലായിട്ട് വരുന്നത്. HS2ൻ്റെ മോളിലേക്കുള്ള മോഡലുകളിൽ എന്താ മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ക്യാമറ, ബാക്ക് ക്യാമറ, അതുപോലെ തന്നെ മിററിലായിരിക്കും നമ്മളെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള. അതായത് അതിൻ്റെ ഹൈ എൻഡ് മോഡലിൻ്റെ താഴെ മോഡൽ വരെ സെയിം തന്നെയാണ് ഫീച്ചേഴ്സ് വരുന്നത്. ബാക്കി അഡീഷണൽ ആയിട്ട് ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ അതിൻ്റെ ഇൻറ്റീരിയേഴ്സിൽ ചെറിയ വ്യത്യാസമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് ഒരു പ്യുവർലി ബ്ലാക്ക് ഇൻറ്റീരിയറാണ്. അതിൽ നമുക്കൊരു മിക്സഡ് ഒരു ഇൻറ്റീരിയറാണ് വരുന്നത് താഴെ ഇതെല്ലാം തന്നെ. അപ്പോൾ ഞാൻ ഇതൊന്നല്ല പറയാൻ കൊണ്ടുവന്നുള്ളത്. ഇതിൻ്റെ ഒരു പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. നമുക്ക് 2600 കിലോമീറ്റർ ഓടിയപ്പോൾ എങ്ങനെ ഈ വണ്ടി ഫീൽ ചെയ്തു എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ പല വണ്ടികളും ഓടിച്ചിട്ടുണ്ട്, പല SUVകൾ നമ്മൾ ഓടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു കംഫർട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കംഫർട്ട് ലെവലാണ്. പിന്നെന്താ വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി ഹൈറ്റും കാര്യങ്ങളും എല്ലാം തന്നെ ഇതിൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ട് ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ മറ്റുള്ള വണ്ടികളുടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സ്റ്റിയറിങ്ങിൽ നമ്മൾക്ക് സ്റ്റിയറിങ്ങിൻ്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെ ഒരു റൗണ്ടിലൊരു സാധനം വരാറുണ്ട് നമ്മളെ മീറ്ററിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വിസിബിലിറ്റി, ചെറുതായിട്ടൊരു വിസിബിലിറ്റി ഒരു മാറ്റം ഉണ്ടെങ്കിൽ പോലും ഇതിൽ ആ ഒരു ഇത് വരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ സ്ക്രീൻ വരുന്നത് കറക്റ്റായിട്ട് ഇതിൻ്റെ താഴെയാണ്. അതിൻ്റെ സ്ക്രീനിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ താഴെയായിട്ട് കറക്റ്റായിട്ട് 14 ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക ഒരു ഇത് കാണാൻ കുറച്ചുകൂടി ഭംഗിയായിട്ടുണ്ട്. ഓക്കെ, ഇനി പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ആവറേജ് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. എത്ര ആവറേജ് മൈലേജ് കിട്ടിയിട്ടുണ്ട്, എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2441 കിലോമീറ്ററാണ് ഇപ്പോൾ ടോട്ടലി ഓടിയിട്ടുള്ളത്. ഓക്കെ, ഭയങ്കര കംഫർട്ടബിളാണ് വണ്ടി. ആർക്കും ഒരു SUV നോക്കുന്ന, ഒരു 10 ലക്ഷത്തിൻ്റെ താഴെ SUV നോക്കുന്ന ആളുകൾക്കെല്ലാം ബേസ് മോഡൽ തന്നെ പ്രിഫർ ചെയ്ത് എടുക്കാവുന്നതാണ്. ഒരുവിധ എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്തുണ്ട്. പിന്നെ നമ്മുടെ മൈലേജ് പറയുകയാണെങ്കിൽ ഓൺ ആൻ ആവറേജ് ഒരു 15 to 16 കിലോമീറ്റർ മൈലേജ് നമുക്ക് ആവറേജ് കിട്ടുന്നത്. ടൗണിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 20-30 ഒക്കെ 12-13 ഒക്കെയാണ് കിട്ടുന്നത്. പക്ഷേ നമുക്ക് ലോങ് ഡ്രൈവൊക്കെ പോകുമ്പോൾ ഹൈവേയിലൊക്കെ നമുക്ക് അതിന് മുകളിൽ കിട്ടുന്നുണ്ട്. 20-21 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടിയ ഒരു ടൈം എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ ഇവിടുന്ന് കൊച്ചിനിലേക്ക് പോകുമ്പോൾ നമ്മൾ ഹൈവേയിൽ കയറിയ സമയത്ത് നമുക്ക് 21 കിലോമീറ്റർ മൈലേജ് വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നോർമൽ ഒരു സിറ്റിയിലൊക്കെ ഓടുകയാണെങ്കിൽ ഒരു 12, 13, 14, 15, 16ൻ്റെ ഉള്ളിലുള്ള നമുക്ക് എന്തായാലും മൈലേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുഴപ്പമില്ലാത്തൊരു ഇത് പെട്രോൾ വേരിയൻറ്റിൽ. ഓക്കെ,
രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻജിൻ നോയ്സ്, സീറോ നോയ്സ് എന്ന് വേണമെങ്കിൽ നമുക്കിതിന് പറയാം. ഒരു തരത്തിലുള്ള എൻജിൻ നോയ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ വണ്ടിക്കില്ല. നമ്മൾ ഇതിനകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സ്മൂത്തായിട്ടും വളരെ എന്താ പറയുക നോയ്സ്ലെസ് ആയിട്ടും നമുക്ക് വണ്ടി ഓടിച്ചു പോകാമെന്നുള്ളത്. അത് ശരിക്കും ഹൈവേയിലൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഓടാണോ എന്ന് പോലും നമുക്ക് ഒരു അങ്ങനെ ഫീൽ പോലും ഉണ്ടായിരിക്കും. കാരണം അത്രയും വോയിസ്ലെസ് ആണത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കംഫർട്ടബിളാണ്. അതുപോലെ തന്നെ വളരെ ജെർക്കിങ് കുറവാണ്. അങ്ങനെ ഒരു നമ്മളിപ്പോൾ ഒരു ഹൈ എൻഡ് SUV നോക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഏറ്റവും പെർഫെക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ് വെന്യൂയുടെ HX2 അല്ലെങ്കിൽ HS4 അതിന് മുകളിൽ ഏത് മോഡലും. വെന്യൂ ഓവറോൾ പറയുകയാണ്, ഞാൻ ഇപ്പോൾ HS2 എടുത്ത് ഞാൻ 2400 സംതിങ് കിലോമീറ്റർ ഓടിയതിൻ്റെ ശേഷമുള്ള റിവ്യൂ ആണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് എടുത്ത് പറയണത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓടിച്ച് കഴിയുമ്പോഴാണ് അതിലെന്തൊക്കെ ഡിഫോൾട്ട് ഉണ്ട്, എന്തൊക്കെ എന്താ പറയുക അഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. കാരണം ഷോറൂമിൽ പോയിട്ട് റിവ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൽ രണ്ടാമതൊരു നെഗറ്റീവ് ഫീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില സമയങ്ങളിൽ ചില സ്ഥലത്ത് നമുക്ക് സെക്കൻഡിലൊക്കെ ഇട്ടിട്ട് നമ്മൾ റൺ ചെയ്ത് പോണ സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ട്, വണ്ടി ഒന്ന് മൂവ് ചെയ്ത് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. ജസ്റ്റ് ഒരു മൂവിങ്ങിൻ്റെ ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വണ്ടി സ്മൂത്തായിട്ട് കയറി പോകുന്നുണ്ട്. അത് ഞാൻ ഫീൽ ചെയ്തൊരു കാര്യമാണ്. വേറെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ നെഗറ്റീവായിട്ട് ഒരു കാര്യം പോലും നമുക്കിതിൽ പറയാനില്ല എന്നുള്ളതാണ് അടുത്തൊരു ഇതെന്ന് പറഞ്ഞാൽ. മൈലേജിൻ്റെ കാര്യം കമ്പനി തന്നെ പറയുന്നത് 18 കിലോമീറ്ററാണ്. അതിൽ നമുക്ക് ഓൺ ആൻ ആവറേജ് ഒരു 16 കിലോമീറ്ററൊക്കെ നമുക്ക് ആവറേജ് മൈലേജ് കിട്ടുന്നുണ്ട്. ഇൻ ടൗൺ ഏരിയയിലേക്കാണ് നേരത്തെ പറഞ്ഞാൽ 12 to 13, 14 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഓവറോൾ ഇതിൻ്റെ എന്താ പറയുക ഒരു ആഫ്റ്റർ റണ്ണിങ് റിവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. പക്ഷേ ഇത് ഭയങ്കര എന്താ പറയുക ഡിലേ ആണ് ഈ വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട്. ഏകദേശം ഞാൻ 5 മാസം കാത്തിരുന്നതിന് ശേഷമാണ് എനിക്ക് HX2 മോഡൽ കിട്ടിയത്. കാരണം ഞാൻ ബുക്ക് ചെയ്തത് എങ്ങാണ്ടോ നവംബറിൽ ബുക്ക് ചെയ്തിട്ട് എനിക്കത് കിട്ടുന്നത് ഏപ്രിലാണ് കിട്ടുന്നത്. അപ്പം ഇതിൻ്റെ പ്രൊഡക്ഷൻ കുറവായതുകൊണ്ടാണോ ഇനി അല്ല ഇതിൻ്റെ ബുക്കിംഗ് കൂടുതലായതുകൊണ്ട്, ഇതിന് ബുക്കിംഗ് വളരെ കൂടുതലാണെന്നാണ് ഷോറൂംസിന് പറയുന്നത്. ഇതിന് നല്ല HS4 HS5 ബുക്കിംഗ് കൂടുതലാണെന്നാണ് പറയുന്നത്. മേ ബി അതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് കിട്ടാൻ ലേറ്റായത്. പക്ഷേ എങ്കിലും നമ്മൾ കാത്തിരുന്ന് കിട്ടിയ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും അതിന് കാത്തിരുന്നതിനോ സങ്കടമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അത്രയും നല്ലൊരു വണ്ടിയാണ്. നിങ്ങൾക്ക് കണ്ണടച്ച് എടുക്കാവുന്ന ഒരു വണ്ടിയാണ്. അതും 10 ലക്ഷത്തിൽ താഴെ, അതായത് 940, 950 ചില സ്ഥലങ്ങൾ അതിൻ്റെ പ്രൈസ് വേരിയൻ്റ് ഉണ്ടെങ്കിൽ പോലും ഒരു 10 ലക്ഷത്തിൽ താഴെ എടുക്കാൻ പറ്റിയ ഏറ്റവും ബെറ്റർ SUV-യിലൊന്നാണ് ഹുണ്ടായിൻ്റെ വെന്യൂ. അപ്പോൾ ഇനി ഇതിൻ്റെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ വേറെ ഇതിനെന്താ പറയുക, ബാക്കി എല്ലാം തന്നെ പലരും റിവ്യൂ ചെയ്ത ഇതിൻ്റെ ഡിസ്പ്ലേ ആയാലും മീറ്റർ ആയാലും ബാക്കി എല്ലായാലും ഇതെല്ലാം റിവ്യൂ ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഇതിൽ അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്തില്ല എന്നുള്ളതല്ല. ഞാൻ ആകെ ചെയ്തു ഒന്ന് നമ്മുടെ അണ്ടർ കോട്ടിങ് ചെയ്തു, അതുപോലെ തന്നെ റൂഫ് റെയിൽ വെച്ചു, പിന്നെ അതേപോലെ ഈ ഒരു നമ്മൾ ഇറങ്ങി പോകുന്ന ഭാഗത്തുള്ള സ്റ്റിക്കർ ഒന്ന് ഒട്ടിച്ചു, അല്ലാതെ വേറെ ഒന്നും ചെയ്തില്ല. ഇതിൻ്റെ ബാക്ക് ക്യാമറ ഞാൻ ഓൾറെഡി ഓർഡർ ചെയ്തിട്ട് കുറേ ദിവസമായി കാരണം, പക്ഷേ ഇതേവരെ അവരുടെ ആക്സസറീസ് എത്തിയിട്ടില്ല. അപ്പോൾ ഇപ്പോഴും ഈ വണ്ടിയുടെ ആക്സസറീസ് ഒന്നും എത്തിയിട്ടില്ല. അതൊരു ഡിഫോൾട്ട് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ആക്സസറീസിന് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഈ ആക്സസറീസും കൂടി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ക്യാമറയും കൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഇതിൽ ഒരു ടോപ്പ് എൻഡിൻ്റെ താഴെയുള്ള മോഡലിലേക്ക് ഇത് വരും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മിറർ കിറ്റ് മാറ്റണമെങ്കിൽ ഏകദേശം ഒരു 17,000-18,000 രൂപയൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ അത്ര അത്യാവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആണ്. പക്ഷേ എങ്കിൽ ഇലക്ട്രിക്കൽ ഫോൾഡബിളോ അല്ലെങ്കിൽ ഓട്ടോ ഫോൾഡബിളോ അല്ല നമ്മളെ മിറർ. വേറെ ഇപ്പം ഇതിനെടുത്ത് പറയാൻ വേറെ ഒന്നുമില്ല. ഇതിലിപ്പോൾ ഒരു 5 പേരെയൊക്കെ വെച്ചിട്ടായാലും നമുക്ക് കംഫർട്ടബിളായിട്ട് വണ്ടി ഓടിച്ചു പോകാം, ഏത് കയറ്റം കയറി. കാരണം ഞാനിപ്പോൾ ഈ റിവ്യൂ ചെയ്യുന്നത് തന്നെ നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാടിലാണ്. കാരണം നമ്മളൊരു ഇന്നലെ ഒരു ട്രിപ്പ് പോകുന്നതായിരുന്നു. ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് കരുതിയിട്ട് നിങ്ങൾ അനകൂടലൂർ വഴി കയറി മസനഗുഡി സ്റ്റേ ചെയ്ത് അവിടുന്ന് ഒരു രാവിലെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകുന്നപ്പോൾ ഗോവൽപാട്ട പോണേ ആ വഴിയിൽ നിന്നിട്ടാണ് റിവ്യൂ ചെയ്യണത്. അപ്പോൾ
കംഫർട്ടബിളായിട്ട് വാങ്ങാൻ പറ്റുക, വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. കാരണം സർവീസ് പാർട്ടിൽ പറയണേ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഫസ്റ്റ് സർവീസിൽ വേറെ ഒന്നും കാര്യങ്ങൾ ചെക്ക് ചെയ്തു വാഷ് ചെയ്തു എന്നല്ലാതെ വേറെ ഒന്നും തന്നെ അവർ ചെയ്തിട്ടില്ല നോർമലി. പിന്നെ സീറ്റോ കാര്യങ്ങളൊന്നും ഞാൻ ചേഞ്ച് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ കോട്ടിങ് ഒന്നും ഇട്ടിട്ടില്ല, കവർ ഇടുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നോർമൽ എന്താണ്, പക്ഷേ സീറ്റ് വേറെ ഒരു കവർ ഇടണം എന്ന് പോലും തോന്നില്ല. അത്രയും കംഫർട്ടബിളായിട്ട് കാണാൻ ഭംഗിയുള്ള സീറ്റുകളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ HS2 അല്ലെങ്കിൽ വെന്യൂടെ നമ്മുടെ പുതിയ വെന്യൂടെ HS245 സീരീസിലുള്ള ഏത് വണ്ടിയായാലും നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റും. കാരണം ഇത് ഞാൻ ഉപയോഗിച്ച ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിലാണ് ഞാനിതിൻ്റെ റിവ്യൂ പറയുന്നത്. ഒരിക്കലും ഇതിൻ്റെ കമ്പനി പെയ്ഡ് റിവ്യൂ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല. അപ്പോൾ പിന്നെ നല്ല നമ്മൾ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അതുപോലെ തന്നെ വണ്ടി ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ നല്ല ഹൈവേയിലൊക്കെ ഒരുപാട് നല്ല പെർഫോമൻസ് എന്നൊക്കെ പറയില്ലേ. കാരണം ഞാൻ ഇതിൻ്റെ മുന്നേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് മാരുതിയുടെ എക്സ്പ്രസ്സോ ആയിരുന്നു. അതും ഇതും കമ്പയർ നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വീതി കൂടിയിട്ടുണ്ട്, അതുപോലെ കുറച്ച് നീളം കൂടിയിട്ടുണ്ട്. വേറെ ഇപ്പോൾ എടുത്ത് പറയാനുള്ള നെഗറ്റീവ് ഞാൻ നേരത്തെ പറഞ്ഞ നെഗറ്റീവ് കാര്യങ്ങളായിട്ട് ഒന്നും ഇതില്ല. എനിക്ക് തോന്നുന്നത് ഇതിൽ 15 ഇഞ്ചിന് പകരം 16 ഇഞ്ച് ബേസ് മോഡലിൽ തന്നെ കുറച്ചും കൂടി അട്രാക്ഷൻ ആയിരുന്നു. അതുപോലെ തന്നെ അലോയ് വീൽ അല്ല, അത് അലോയ് വീലിൻ്റെ അലോയ് കപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വേണമെങ്കിൽ നമുക്കത് അലോയ് വീൽ ചെയ്യാം. അല്ലാതെ വേറെ എനിക്ക് അങ്ങനെ ചെയ്യാവുന്നു എന്ന് തോന്നിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഹുണ്ടായി അതിൻ്റെ പരമാവധി മാക്സിമം എന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. സോ ഇത്രയാണ് ഉള്ളത്. ഞാൻ ഇനി ഇതിൻ്റെ നിങ്ങൾക്ക് ഞാൻ എത്ര കിലോമീറ്റർ ഓടി ആവറേജ് മൈലേജ് എങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളിവിടെ ഞാൻ സ്ക്രീനൊന്ന് ഓൺ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് കീ ഒന്ന് ഓൺ ചെയ്ത് നമ്മളിവിടെ കാണാൻ പറ്റും. ടോട്ടലി നമ്മൾ ഓടി 2441 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ലാസ്റ്റ് ഇതിൻ്റെ എല്ലാം കാണിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യാം. ലാസ്റ്റ് ഇത് 2414 കിലോമീറ്റർ 97 13.4 കിലോമീറ്റർ ആവറേജ് മൈലേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ടൗണിലായാലും എന്താ പറയുക ബാക്കിയുള്ള സ്ഥലങ്ങളിലായാലും. ലാസ്റ്റ് റീഫിൽ ചെയ്തതിൻ്റെ ശേഷമുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഇതാണ്. ലാസ്റ്റ് റീസെറ്റ് ചെയ്തതിന് ശേഷമുള്ളതാണ് 2439 കിലോമീറ്ററാണ് ഓടിയത്. അതിൽ 97 മണിക്കൂർ അവിടെ കാണിച്ചിട്ടുണ്ട്. 97.47 hours എന്ന് പറഞ്ഞിട്ട് ആവറേജ് മൈലേജ് നമുക്ക് കിട്ടിയ 13.4 കിലോമീറ്റർ മൈലേജാണ് ഓവറോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി കണ്ടോ, ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആണ്. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഒരു വ്യൂ ഉണ്ട്. പിന്നെ ഇതെല്ലാം തന്നെ നോർമൽ നമ്മുടെ എന്താ പറയുക വെന്യൂലുള്ള കാര്യങ്ങൾ തന്നെ ഓൾറെഡി പല ആളുകളും റിവ്യൂ പറഞ്ഞാലും വേറെ ഒന്നും അഡീഷണൽ ആയിട്ട് ഇതിൽ. അപ്പോൾ വീണ്ടും പറയാണ്, ബെറ്റർ ഓപ്ഷനാണ്. ഒരു SUV എടുക്കുന്ന ആളുകൾക്ക് വിശ്വസിച്ചെടുക്കാവുന്ന ഒരു കാര്യമാണ്. ഇനി ഇതിൻ്റെ സെക്കൻഡ് സർവീസും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ സർവീസ് പാർട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനെടുത്തത് പോപ്പുലർ എന്നാണ്. അപ്പോൾ അതിനനുസരിച്ചിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ എന്താ പറയുക എപ്പോഴും പറയാം വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഒരു SUV, അതും ഒരു കോമ്പാക്ട് പ്രൈസിൽ. സോ താങ്ക് യു വെരി മച്ച്.